സാർ നമസ്കാരം. നമസ്കാരം. CPM-ന് ഒരു തരത്തിലും നിക്കക്കള്ളിയില്ലാത്ത തരത്തിലുള്ള അവലോകന യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേതൃത്വത്തിനെതിരെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനെതിരെയും ഒരു കാരണവശാലും നീതീകരിക്കത്തക്കതല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീതീകരിക്കത്തക്കതല്ല എന്ന് പറയുമ്പോൾ ആരോപണങ്ങൾക്ക് ഒരു പരിധിയുണ്ടല്ലോ, ഒരാളെ വിമർശിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. അതിനപ്പുറത്തേക്കൊക്കെ പോയിട്ട് തന്നെയാണ് ഇപ്പോ ഇവർക്കെതിരെ വിമർശനങ്ങൾ വരുന്നത്. ഇറങ്ങിപ്പോകാൻ തന്നെ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല MLA സ്ഥാനം കൂടി രാജിവെക്കണം. ഈ പാർട്ടി അത്രത്തോളം അപജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോണം എന്ന തരത്തിൽ തന്നെയുള്ള ചില നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെയാണ് ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിക്ക് അകത്തു നിന്നു. ഇന്നിപ്പോ പാർട്ടി വിമതരായി 2026 മത്സരിച്ച് ജയിച്ച, തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TK ഗോവിന്ദനും അതുപോലെ പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച PV കുഞ്ഞികൃഷ്ണനും, ഇവർ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ നയവൈകല്യങ്ങളെ പൊതുസമൂഹത്തിൽ തുറന്നെതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് യാതൊരു തരത്തിലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നില്ല, നടപടി ഉണ്ടാകുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവർ പരസ്യമായി രംഗത്ത് വന്നത്. പരസ്യമായി രംഗത്ത് വന്നു കഴിയുമ്പോൾ പാർട്ടിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. എന്നാൽ ഇവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, പാർട്ടിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ ഇവർ വിമർശനാത്മകമായി ഉന്നയിച്ച കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള പരിശോധനയുണ്ടായില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളുകളെ പാർട്ടിക്ക് പുറത്താക്കി, തെറ്റ് ചെയ്ത ആളുകളെ പാർട്ടിയിൽ സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോഴും വിമർശകർ ഉന്നയിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും, അതായത് പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥികളായി ജയിച്ച ആളുകൾ, അവർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരുന്ന കണ്ടു. പാർട്ടി ആവട്ടെ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോ TK ഗോവിന്ദനും പയ്യന്നൂരിൽ നിന്ന് ജയിച്ച PV കുഞ്ഞികൃഷ്ണനും സംയുക്തമായ ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചത്, ഇവരെടുത്ത ഓരോ തീരുമാനങ്ങളും അതാത് സമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാവുന്ന അപജയങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുണ്ടായ തർക്കങ്ങളാണ് TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാരണവശാലും PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളത്. എന്നിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ആരാണ് തീരുമാനമെടുത്തത്? അവിടെ വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ആ കണ്ണൂർ ജില്ലയുടെ താല്പര്യങ്ങൾ മറികടന്നുകൊണ്ട് PK ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത്? അത് വലിയ അപജയമാണ്. ഇപ്പോ TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. CPM-ന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ CPM-ലെ ചിരിക്കുന്ന മുഖമായിരുന്നു, സൗമ്യമായ മുഖമായിരുന്നു. കോടിയേരിയുടെ വീട്ടിലെത്തിയ TK ഗോവിന്ദനെ കോടിയേരിയുടെ കുടുംബം സ്വീകരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ പത്നി വിനോദിനി ബാലകൃഷ്ണനും മറ്റേ ബിനീഷ് കോടിയേരി എല്ലാം സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണം കൂടി CPM-നകത്തുണ്ടാകുന്നു. CPM-ൽ അതൃപ്തിയുള്ള ചില ആളുകൾ ചേർന്ന് CPM-നെതിരെ മറ്റൊരു അച്യുതന്റെ രൂപം കൊള്ളുന്നു എന്നൊക്കെ പറയപ്പെടുകയുണ്ടായി. ഈ അടുത്ത ദിവസം വിനോദിനി ബാലകൃഷ്ണന്റെ ഒരു അഭിമുഖം പച്ചക്കുതിര എന്നൊരു മാഗസിനിൽ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത് CPM-ലെ ചില നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു. ഫോൺ ചെയ്താൽ പോലും അവരെടുക്കില്ല. കോടിയേരിയുടെ സ്മൃതി ദിനത്തിൽ മാത്രം അങ്ങോട്ടെത്തും. മറ്റൊരു കാര്യങ്ങളും ഫോൺ ചെയ്താൽ പോലും ചില ആളുകൾ ഫോണിൽ സംസാരിക്കില്ല, ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ MP ഗോവിന്ദന് നേരെയും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ തിടുക്കത്തിൽ ആ ക്രിയകളൊക്കെ പൂർത്തിയാക്കിയതിനെ കുറിച്ചും ആരോപണങ്ങൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇവിടെ CPM വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. CPM എന്ന പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി വിട്ടുപോയവരുണ്ട്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ശിക്ഷകൻ എന്ന രീതിയിൽ സാറി വിഷയത്തെ നോക്കിയാണ്? പ്രദീപ്, ഒരൊറ്റ കാര്യം ഞാനിപ്പോൾ ഫസ്റ്റ് പറയാം. നാളെ പിണറായി വിജയൻ രാജിവെച്ച്, അല്ലെ പിണറായി വിജയനെ സഖാക്കളെല്ലാവരും കൂടെ ചേർന്ന് കിടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടിട്ട് ധർമ്മടത്ത് ഒരു ബൈ ഇലക്ഷൻ വന്നാൽ ഉറപ്പായിട്ടും CPM-ന് ഒരുപാട് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ, പിണറായി വിജയനെ പോലെ രാകേഷിനെ അതുപോലെ ആരെങ്കിലും PPDV കൊണ്ട് റിട്ടയറല്ലേ പറഞ്ഞത്, കൊള്ളാവുന്ന കുഞ്ഞുകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ TK ഗോവിന്ദനെ പോലെ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ ഇന്ന് കിട്ടിയതിനേക്കാൾ ഒരു 10,000 വോട്ടുകൂടെ കൂടുതൽ ഭൂരിപക്ഷം
അവിടെ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ വരാൻ പോകുന്ന സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വേറെ ചില അപകടങ്ങൾ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ച് അവരുടെ തലത്തിലേക്ക് എത്തണമെങ്കിൽ, പഴയകാല ശക്തി വീണ്ടെടുക്കണമെങ്കിൽ, ഇപ്പോൾ എതിർവശത്ത് പോയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ പ്രവർത്തകർ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കണം. പക്ഷെ സതീശൻ കേവലം ഒരു തനി കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സതീശന് പബ്ലിക് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വിരോധം പറഞ്ഞ് ഇനി ആ അണികളെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ പാർട്ടി വിട്ടു പോയവർ ശരിക്കും ഇവരെ വീട്ടിലാക്കി. രമ പോയി, രമ CMP ഉണ്ടാക്കി. ഇവർ പ്രതീക്ഷിക്കുക രമ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നൊരു മുന്നണിയായിട്ട് പോയിരുന്നെങ്കിൽ രമയ്ക്ക് ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അണികളെ ഇത്രയും സ്വാധീനിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും സുധാകരനും എല്ലാം ഐഷാപ്പറ്റി കോൺഗ്രസ് ചേർന്നു എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ നിന്ന് അവരുടെ നിലപാട് തറയിൽ മാറ്റം വരുത്താതെ അവർ CPMലെ പിണറായിസത്തെ എതിർക്കുന്ന CPMനെ കമ്മ്യൂണിസ്റ്റുകളും പിണറായിസ്റ്റുകളുമായിട്ട് മാറ്റിയിട്ട് പിണറായിസ്റ്റുകളെ മാത്രം എതിർക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുകയാണ്. പിണറായിസ്റ്റുകളെ എതിർ മാത്രം എതിർക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എതിർക്കുന്ന രീതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ചൊക്കെ ഉണ്ടായിട്ട് SUC ഒക്കെ CPMനൊക്കെ വലിയ കക്ഷിയാണ്. ബംഗാളിൽ സോഷ്യലിസ്റ്റ് യൂണിയൻ സെൻറ്റർ അങ്ങനത്തെ കക്ഷികളുണ്ട്. അത് പകരം ഇതിന് നേതൃത്വം കൊടുക്കാൻ ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ സാധിക്കും. ആ കൂട്ടത്തിലേക്ക് ഒരുപക്ഷെ ഐഷാപ്പറ്റിയോ അല്ലെങ്കിൽ G സുധാകരനോ വരാം, രമയ്ക്ക് വരാം. അപ്പോൾ നിയമസഭയിലെ ഒരു ഫോർമലബിൾ ഫോഴ്സായിട്ട് പതുക്കെ ഇവർക്ക് മാറാം. എം വി രാഘവൻ ഒരിക്കലും അങ്ങനെ ഇത് കിട്ടിയില്ല. എം വി രാഘവൻ മാത്രമായി ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ പാർട്ടിയിൽ ഒത്തിരി നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ വന്നെങ്കിൽ പിന്നീട് അവരെ നിർത്താൻ അണികളെ കൂടെ കൊണ്ടുവരാൻ പറ്റിയില്ല. വളരെ പെട്ടെന്ന് കോൺഗ്രസുമായിട്ട് അലൈൻ ചെയ്തു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് കോൺഗ്രസ് വിരോധം മുതലെടുത്ത CPM അങ്ങനെയാണ് സംഭവിച്ചത്. അതിന് പകരം ഇപ്പോൾ സംഭവിക്കുന്നത് ഇവർ വളരെ തന്ത്രപൂർവ്വം, ഇവർ രാഷ്ട്രീയം നന്നായി മനസ്സിലാക്കിയവരെ തന്ത്രപൂർവ്വമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവർ തള്ളിപ്പറഞ്ഞിട്ടില്ല, CPMനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, AK ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്കാർക്ക് പ്രിയപ്പെട്ട സഖാവ് തന്നെയാണ്. ആ മനുഷ്യൻ്റെ ഡെഡ് ബോഡി പോലും തിരുവനന്തപുരത്ത് ഒരു പ്രദർശനത്തിന് വയ്ക്കാൻ സമ്മതിക്കാത്ത, എന്താ പറയുന്നത്, പിണറായി വിജയനെ പറ്റി ഏത് വിശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതൊക്കെ പിണറായി വിജയൻ്റെ അകത്ത് റീവൈൻഡ് ചെയ്ത് നോക്കണം. താൻ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ അവിടെ കൊണ്ടുവന്നില്ല, ഡെഡ് ബോഡി കൊണ്ടുവന്നില്ല. ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിറ്റേ ദിവസം വിദേശയാത്ര ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചൊരു കാര്യമായിരുന്നു. അതിനുവേണ്ടി പോകുന്നതിന് വേണ്ടി ഇത് തിടുക്കത്തിൽ ഈ കോടിയേരി ബാലകൃഷ്ണൻ സംസ്കാര ക്രിയകൾ പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആക്ഷേപം. കാരണം കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല തിരുവനന്തപുരത്ത് ആയിരുന്നപ്പോൾ അദ്ദേഹം ധാരാളം സൗഹൃദ ബന്ധങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനോ അവസാനം ഒരു നോക്ക് കാണുന്നതിനുള്ള ഒരു അവസരം പോലും നിഷേധിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബത്തിന്റെ ഒരു പരാതി. അതിപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. പച്ചക്കുതിര എന്ന മാഗസിന് കൊടുത്ത ആ ഒരു അഭിമുഖത്തിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വിനോദിനി അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ അതൃപ്തി കൃത്യമായി തന്നെ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി കോടിയേരിയുടെ കുടുംബത്തോട് കാണിക്കുന്ന അതൃപ്തിയെ കുറിച്ച് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതിലെല്ലാവരും എല്ലാ അതൃപ്തികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ കേരളത്തിലെ സമകാലീന CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ നോക്കുമ്പോൾ CPI ഏതാണ്ട് സമ്പൂർണമായി തന്നെ CPMനോട് വിട പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. അവസാനം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ കലഹിച്ചത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോ ഈ മുങ്ങാൻ പോകുന്ന ഒരു കപ്പൽ പോലെ ആയിരിക്കുന്നു CPMന്റെ ഒരു അവസ്ഥ. ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞതിന്റെയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില പോരുകൾ, എങ്ങനെയാണ് പാർട്ടി തോറ്റത്, ആ പാർട്ടി തോറ്റതിന്റെ കാരണം അവർ പറയുമ്പോഴാണ് നേതാക്കന്മാരുടെ അനഭിമതങ്ങളായിട്ടുള്ള ജനഹിതങ്ങളല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ചേരാത്ത രീതിയിലുള്ള ജീവിതചര്യയും പെരുമാറ്റ രീതിയും ഭാഷാപ്രയോഗവും എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് വലിയൊരു അപജയം തന്നെയാണ്. തിരുത്തണം, മാറണം എന്ന് പറയുമ്പോൾ ആ തിരുത്തേണ്ടവർ തിരുത്താനും മാറേണ്ടവർ മാറാനും ഇപ്പോഴും തയ്യാറല്ല എന്ന തരത്തിൽ തന്നെയാണ് സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടി വേണം ഇപ്പോൾ TK ഗോവിന്ദന്റെ PV കുഞ്ഞികൃഷ്ണന്റെയും പത്രസമ്മേളനത്തിന് നോക്കിക്കാണാൻ. അല്ല, ഇവർക്ക് ഇപ്പൊ നാളെ ഞാൻ കുറെ പേരുടെ പേര് പറഞ്ഞു, പല സ്ഥലത്തുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിക്കാൻ പറ്റുന്നൊരു മാനദണ്ഡം ഉണ്ടായിക്കഴിഞ്ഞാൽ
ഒരു ഇടതുപക്ഷ ഗ്രൂപ്പിംഗ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പഴയ പോലെ അച്യുതാനന്ദൻ്റെ കാലത്തെ പോലെ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ്. താങ്കൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞു. CPIക്ക് വേണം നാളെ ഈ ഗ്രൂപ്പിങ്ങിലേക്ക് വരാം. അപ്പോൾ എത്ര MLA-മാർ? CPIയുടെ MLA-മാരെ പ്ലസ് ഗോവിന്ദൻ പ്ലസ് രമ പ്ലസ് കുഞ്ഞുകൃഷ്ണൻ, ജി സുധാകരൻ. അപ്പൊ ഇടതുപക്ഷ സ്വഭാവമുള്ള എത്ര MLA-മാർ വേറെ വരുന്നുണ്ട്? അപ്പൊ ഇവരെ അപ്രസക്തമാക്കിക്കൊണ്ട് പിണറായിക്ക് ജയിൽ വഹിക്കാൻ വന്നിരിക്കുന്ന തനി പിണറായിസ്റ്റുകളായ CPM-ന്റെ നിയമസഭാ കക്ഷിയിലെ കുറെ പേരെ, അടിമ സ്വഭാവമുള്ള കുറെ പേരെ അപ്രസക്തരാക്കിക്കൊണ്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്യാം. സുധാകരൻ പറയുന്നുണ്ട് നിങ്ങൾ മാത്രം വോട്ട് കൊണ്ടല്ല ജയിച്ചത്. അപ്പൊ ഇടതുപക്ഷ വോട്ടുകൾക്ക് റെപ്രസെന്റേഷൻ കിട്ടുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ ഉറപ്പായിട്ട് നാളെ അത് കോൺഗ്രസ്സായിട്ട് യോജിക്കുകയോ അല്ലെങ്കിൽ സ്വയം ശക്തിയാന്ന് കണ്ടു കഴിഞ്ഞാൽ എതിരായിട്ട് നിൽക്കാം. അതുകൊണ്ട് മറ്റ് പാർട്ടികളിലെ BJP പോലുള്ള പാർട്ടികളിലെ വളർച്ച തടയാൻ പറ്റും. പക്ഷെ ഇനി ഞാൻ പറഞ്ഞ പ്രശ്നം അവിടെ നിൽക്കുന്നത്, സതീശൻ കേരളത്തിന്റെ നേതാവായാണ് വളരുന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അണികളെ തിരിച്ചു പിടിക്കുക, അല്ലെ വോട്ട് ചെയ്യാൻ തിരിച്ചു പിടിക്കുക പ്രയാസമായിട്ട് വരും. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ വോട്ട്. സ്വാഭാവികം തന്നെയാണ്. കാരണം കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുമ്പോൾ ഇനിയും ഈ അധികാരം എല്ലാ പാർട്ടികളുടെയും സ്വപ്നം തന്നെയാണ്. അപ്പോൾ ജനഹിതകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ജനം എപ്പോഴും ആരുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് കണ്ടറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണ കാലഘട്ടം തന്നെയാണ്. ഇതും ഇക്കാലവും കടന്നു പോകുമെന്ന് ബീർബൽ പറഞ്ഞതുപോലെ ഇതും കടന്നു പോകും. ഇതിനെയും അതിജീവിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.